I'm actually the Group CEO of RBS Corporation and HK Consultancy in Dubai actually. Mr. Habib Koya, he is the chairman of RBS Corporation and HK Consultancy Dubai. ഞങ്ങളൊരു 1.5 വർഷം മുന്നേ, ഒരു വർഷം ഏകദേശം മുന്നേ കേരള കോൺക്ലേവ് എന്ന് പറയുന്നൊരു വലിയൊരു കോൺക്ലേവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വണ്ണ് ഞങ്ങൾ കാലിക്കറ്റാണ് നടത്തിയത്. അതിനുശേഷം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്പോർട്സ് കോൺക്ലേവ് നമ്മൾ ദോഹയിൽ വെച്ചിട്ട് നടത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി സ്പോർട്സ് കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ച സമയത്താണ് ബേസിക്കലി കേരളത്തിൽ എന്താണ് ആക്ച്വൽ പ്രോബ്ലം, എന്തുകൊണ്ടാണ് സ്പോർട്സിന് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉള്ളത്. കാര്യം ഞങ്ങൾ ഖത്തറിൽ സ്പോർട്സ് കോൺക്ലേവ് നടത്താൻ പോയപ്പോഴാണ് മനസ്സിലായത് ഫിഫ വേൾഡ് കപ്പ് നടത്തിയതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ പങ്ക് മലയാളികളുടെ ആയിരുന്നു. ഞങ്ങൾ ഖത്തറിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റിനായിട്ട് മീറ്റിങ്സ് ഉണ്ടായിരുന്നു, മിനിസ്ട്രി ഓഫ് സ്പോർട്സായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലൊക്കെ അവർ മെയിൻലി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വലിയൊരു താങ്ക്സാണ് അവർ പറഞ്ഞത്. കാര്യം മലയാളികൾ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഗ്രൗണ്ട് ലെവലിലും അല്ലാത്ത ലെവലിലും ഇത്രയും സക്സസ് ആവില്ലായിരുന്നു. ബിക്കോസ് അവിടെ വലിയൊരു ഓളം ഉണ്ടാക്കിയതൊക്കെ മലയാളികളാണ്. ബട്ട് അവിടെ നിന്നൊക്കെ എല്ലാത്തിലും നമുക്ക് കിട്ടിയൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ബേസ് വേൾഡിൽ തന്നെ ഏറ്റവും നല്ലൊരു ഫാൻ ബേസ് ഉള്ള ക്ലബ്ബാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, പെർട്ടിക്കുലർലി ഫുട്ബോളിലും മറ്റുള്ള സ്പോർട്സിലും. പക്ഷേ എന്തുകൊണ്ട് അവിടെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തുകൂടാ എന്നുള്ള ലെവലിലേക്ക് ഒരു ഡിസ്കഷൻ വരികയും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ കുറേ ആളുകളായിട്ടും എക്സ്പെർട്ടൈസായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് മെയിൻലി നമ്മളുടെ പ്രോബ്ലം നമ്മൾ കുറേ ടൂർണമെൻറ്റ്സും അല്ലെങ്കിൽ സ്പോർട്സ് പോലത്തുള്ള കാര്യങ്ങൾ നടത്തും. പക്ഷേ മെയിൻ ഇഷ്യൂ ഈസ് ആക്ച്വലി നമ്മൾ ഗ്രാസ് റൂട്ട് ലെവൽ സ്പോർട്സ് ട്രെയിനിങ്. ഇപ്പോൾ നമ്മൾ 17 വയസ്സോ 20 വയസ്സോ ഞങ്ങളുടെ ഒപ്പം ഉള്ള ഒരു ഇതാണ് നമ്മളുടെ ഫുട്ബോളിലെ ഏറ്റവും കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള താരം CK വിനീത് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ CK വിനീതും റീന ആൻ്റണിയും അവരൊക്കെ സംസാരിച്ചപ്പോൾ CK വിനീത് പറഞ്ഞത് എൻ്റെ മകൻ ഞാൻ ട്രെയിനിങ് തുടങ്ങിയത് 17-ാം വയസ്സിലാണ് ഒഫീഷ്യൽ ട്രെയിനിങ്. പക്ഷേ ഞാൻ ഒരു ലിമിറ്റഡ് ടൈം ആകുമ്പോൾ തന്നെ റിട്ടയർ ആവേണ്ട അവസ്ഥയായി. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നത് എൻ്റെ മകൻ ഒരു 7-ാം വയസ്സിൽ 8-ാം വയസ്സിൽ ട്രെയിനിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു 15 വയസ്സ് 16 വയസ്സ് ചെയ്യുമ്പോൾ ഒരു നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ നല്ലൊരു ഫുട്ബോളറായിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു 7-ാം ക്ലാസ് ലെവലിലോ 8-ാം ക്ലാസ് ലെവലിലോ നമുക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചിങ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തത് നമുക്കിവിടെ ലോക്കൽ ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും ഇൻ്റർനാഷണൽ ലെവലിലുള്ള കോമ്പറ്റീറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളും വേണം. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് പോയപ്പോഴാണ് ഇനീഷ്യലി വി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ഫൈൻഡ് ഔട്ട് സം പാർട്ട്നേഴ്സ്, ക്ലബ്സ്, കോച്ചസ് ബേസിക്കലി ഫ്രം സ്പെയിൻ, സ്വീഡൻ. സ്പെയിനിൽ നിന്ന് സ്വീഡൻ നമുക്ക് കുറച്ച് പാർട്ട്നേഴ്സും അതുപോലെ തന്നെ കുറച്ച് കോച്ചസിനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തായിരുന്നു. അതിൽ PA ടീം, MJ ലെവല്യൂഷൻ, ഈ രണ്ടും സ്പെയിനിലെ വളരെ പോപ്പുലറായിട്ടുള്ള ക്ലബ്സാണ്. അവർ ബേസിക്കലി റയൽ മാഡ്രിഡ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സ്കൗട്ട് ചെയ്യുന്ന ക്ലബ്സുകളാണ്. അപ്പോൾ അതിൽ ആ കമ്പനീസായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തു, MOU ചെയ്തു. സ്വീഡൻ ബേസ് ചെയ്തിട്ടൊരു കംപ്ലീറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് അത് നടത്തുന്നത് ബേസിക്കലി വേൾഡ് ചാമ്പ്യൻ ഒളിമ്പിക് റെസ്ലറായിട്ടുള്ള ഒരു ജിമ്മി ലിഡ്ബർഗ് ആണ്. അപ്പോൾ നമ്മൾ അവരായിട്ടും പാർട്ട്ണർഷിപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ആളുകളാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, നമ്മളുടെ കുട്ടികളാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും ഇൻ്റർനാഷണൽ ടെക്നിക്സും ഫിസിക് ടെക്നിക്സ്, ഫിറ്റ്നസ്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പോഷർ കിട്ടണമെന്നുള്ള ലെവലിൽ നമ്മൾ അവരുടെ MOU നമുക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ UAE-യിലും ഖത്തറിലും നമുക്കൊരു MOU ഉണ്ട്. എക്സ്ക്ലൂസീവ് MOU ആണ്. അവരുടെ കോച്ചിങ്സ്, ടൂർണമെൻറ്റ്സുകൾ, അണ്ടർ 17 ക്ലബ്സുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് കളിപ്പിക്കാം, നമുക്ക് എല്ലാവിധ എക്സ്പോഷറും ഇവിടെ നിന്ന് കൊടുക്കാം. ആ ഒരു ലെവലിൽ നമ്മൾ ഫൈനലൈസ് ചെയ്തൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത സമയത്ത് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ള ലെവലിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ISSK ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിൽ നമ്മൾ ഭാഗവത്താവുന്നത്. സോ അതിൻ്റെ ഒരു ജേർണി ഐ തിങ്ക് നമ്മുടെ ചെയർമാൻ മിസ്റ്റർ ഹബീബ് വിൽ എക്സ്പ്ലെയിൻ. യു ക്യാൻ കണ്ടിന്യൂ.
Good afternoon, everyone. എൻ്റെ പേര് ഹബീബ് ഖോയ. Thank you very much, Faisal Bhai. Faisal has already given a small brief. നമ്മുടെ കേരള കോൺക്ലേവിൻ്റെ ജേർണി തുടങ്ങിയ സമയത്ത് പല മിനിസ്ട്രീസിലും പല ബിസിനസ് ടൈക്കൂൺസും ഞങ്ങൾ പോയിട്ട് കണ്ടിരുന്നു. We were discussing about that. എന്താണ് കേരള കോൺക്ലേവ് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. വാട്ട് ഈസ് കേരള കോൺക്ലേവ്? കേരളത്തിൻ്റെ ഭാവി പുനർനിർമ്മിക്കുക, ദ റീഡിഫൈനിങ് ദ ഫ്യൂച്ചർ ഓഫ് കേരള എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ കേരള കോൺക്ലേവ് തുടങ്ങിയത്. വിഷൻ 2050, വിഷൻ 2056, 2050 വേൾഡ് സീറോ കാർബൺ നെറ്റ് കാർബണിലേക്ക് എത്തണമെന്നും യുണൈറ്റഡ് നേഷൻ പറഞ്ഞത്. സെയിം ടൈം 2056 കേരള വിൽ കംപ്ലീറ്റ് 100 years. ആ 100 years ആകുമ്പം സ്പോർട്സിൻ്റെ വാല്യൂ എന്താണ്? ബൈ 2050, ബൈ 2056 കേരളത്തിലത്തെ ഇന്നത്തെ പെഞ്ചുമക്കൾ നാളെ വേൾഡ് കപ്പ് കളിക്കുകയോ അവർക്ക് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുമോ എന്നായിരുന്നു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം നമ്മളോട് പലരും ചോദിച്ചു, 2056 അല്ല, കുറേ കാലമുണ്ടല്ലോ, ഹൂ വിൽ അലൈവ് ഓൺ ദാറ്റ് ടൈം? ആരാണ് ജീവിച്ചിരിക്കുക? അപ്പോൾ അവർക്കെല്ലാം കൊടുത്ത് ഞാനൊരു മറുപടി ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ഇതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ എന്തായിരുന്നു ഇവിടെ ഇരുന്നിട്ട് ഈ പത്രസമ്മേളനം നടത്തുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ. സോ വെൻ വി സ്റ്റാർട്ടഡ് ദ ജേർണി, കേരള കോൺക്ലേവിൻ്റെ ആ ജേർണി സ്പോർട്സ് കോൺക്ലേവിലേക്ക് എത്തിയപ്പം ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് സ്പോർട്സ്? നമ്മൾ CEO പറഞ്ഞ മാതിരി, മിസ്റ്റർ വിനീത് പറഞ്ഞു, ഹിസ് സൺ ഷുഡ് സ്റ്റാർട്ട് പ്ലേയിങ് ഫ്രം ദ ഏജ് ഓഫ് 5. കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെസ്സിയുടെയും റൊണാൾഡോൻ്റെയും എല്ലാവരെയും കട്ടൗട്ട്, വേൾഡിലത്തെ ഏറ്റവും വലിയ കട്ടൗട്ട് കേരളം ഉണ്ടാക്കി എന്നുള്ള പല മാധ്യമത്തിലും നമ്മൾ സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട്. സോ അത് ഞങ്ങൾ കട്ടൗട്ട് മാത്രം ഉണ്ടാക്കാനുള്ള മക്കളാണോ? ഓർ വൺ ഡേ അവരെ കട്ടൗട്ട് ഇറ്റലിയിലും ഫ്രാൻസിലും റിയൽ മാഡ്രിഡിലും ഉണ്ടാവണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. സോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് വി ഷുഡ് ഡു നെക്സ്റ്റ് ഇൻ കേരള, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡെവലപ്പ് ദ കിഡ്സ്. ഈ ജേർണിയിലെ സമയത്താണ് നമുക്ക് ISSKൻ്റെ മിനിസ്ട്രി, സ്റ്റേറ്റ് സ്പോർട്സ് മിനിസ്ട്രീൻ്റെ കോൾ വരുന്നത്. We attended that. We given all the support as an RBS and HK as a strategic partner. നമ്മൾ റിയൽ മാഡ്രിഡിൻ്റെ എക്സ് പ്ലേയേഴ്സ് മിസ്റ്റർ അലക്സും മിഖേലും അതേമാതിരി വേൾഡ് റെസ്ലർ മെഡലിസ്റ്റ്, ഒളിമ്പിക് മെഡലിസ്റ്റായ ജിമിനിയും ഞങ്ങൾ ട്രാൻഡ്രത്ത് 3 ദിവസത്തെ പരിപാടിക്ക് കൊണ്ടുവന്നു. ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ. ആ ക്രൗഡിന് വരെ, ചെറിയ മക്കൾക്ക് വരെ മിഖേൽ ആരാണെന്നും എലക്സ് ആരാണെന്നും ജിമ്മി ആരാണെന്നും അറിയുമെന്നുള്ളത് നമുക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ഇറ്റ് വാസ് എ വെരി ബിഗ് സർപ്രൈസ് ഫോർ അസ്. ആ ISSKൻ്റെ ഒരു റിസൾട്ട്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നൊരു പെർഫോമൻസ്, ആ പ്ലാറ്റ്ഫോം ഡെലിവർ ചെയ്ത് ഷോക്കേസ് ചെയ്ത ഒരു ഇവൻറ്റിൻ്റെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോഴും ഞങ്ങൾ സ്വന്തം തന്നെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വന്ന ഒരു കോൺസെപ്റ്റാണ് സ്പോർട്സ് ക്യാമ്പ് ഫോർ ഏജ് 8 to 16 എന്നുള്ളത്. ഇതിൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? വാട്ട് ഈസ് ദിസ് ക്യാമ്പ് ഓൾ അബൌട്ട് ഇസ്? ഇത് 5 ദിവസം ഈ ക്യാമ്പ് എറണാകുളത്ത് വെച്ച് നടക്കും. 30-ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനം, പിന്നെ എറണാകുളത്ത് വെച്ചിട്ട് 30th of April will be the inauguration of this event. 5 days, 5 ദിവസം നീളം നിൽക്കുന്ന ഈ ഇതിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുക, കുട്ടികളെ കളിപ്പിക്കുക, സ്കൗട്ടിങ്, നല്ല കുട്ടികളെ ഭാവിയിലേക്ക് തിരഞ്ഞെടുക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് മെയ് 6 മുതൽ മെയ് 10th വരെ കാലിക്കറ്റ് മലപ്പുറം ബേസ് ചെയ്തിട്ട് 5 ദിവസം സെയിം ക്യാമ്പ് നടക്കും. അവിടെയും സ്കൗട്ടിങ് നടക്കും.
പല കുട്ടികളും വളരെ ടാലൻറ്റഡായ കേരളത്തിൽ വളരെ ടാലൻറ്റഡായ ഫുട്ബോൾ പ്ലേയേഴ്സ്, ഫുട്ബോൾ കിഡ്സ്, ഫുട്ബോൾ യൂത്ത് ഇന്നുണ്ട്. പ്രോബബ്ലി അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല. അവർ ലോകത്തിൻ്റെ മുന്നിലേക്ക് കാഴ്ചവെക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിനുള്ളൊരു പ്ലാറ്റ്ഫോം റെഡി ആയിട്ടില്ല. പല ക്ലബ്ബുകളുണ്ട്. ദർ ഇസ് ലോട്ട് ഓഫ് ക്ലബ്സ് ഇൻ കേരള ആൻഡ് എവ്രിബഡി ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. എവ്രിബഡി ഈസ് വർക്കിംഗ് ഹാർഡ്. Kerala Blasters, they are really bringing a good name for the state. Many players are there bringing the names. Mr. Vineet Varnamar, they want to build 13 Foundation. They are also a partner. They wanted to build a city, a sports city in Kerala, where tomorrow, after 5 years, after 10 years, probably our kids will be playing in the World Cup for our country. അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമുള്ളത്. സ്കൗട്ടിങ് ആസ് ഫൈസൽ ഭായ് പറഞ്ഞ മാതിരി വിൽ ബി പീപ്പിൾ കമ്മിങ് ഫ്രം യൂറോപ്പ്, ദ സ്കൗട്ടിങ് പീപ്പിൾ, they will select the best students. We have a big plans, we have a big thought behind about it. നല്ല കുട്ടികളെ വാർത്തെടുത്തിട്ട് നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ കാഴ്ചവെക്കാൻ പറ്റുന്ന സമയത്ത് അവർക്ക് സ്പോൺസർ ആകാൻ പറ്റുന്ന പലവരും സ്പോൺസർ ആകാം. ചില കുട്ടികൾ ഇന്നലെ ഞങ്ങൾ ഗ്രൗണ്ട് കാണാൻ പോയ സമയത്ത്, സ്റ്റേഡിയം കാണാൻ പോയ സമയത്ത് അവിടുത്തെ ഒരു മാനേജർ പറയായിരുന്നു, സർ ഇവിടെ ഉള്ള കുട്ടികൾ എക്സ്ട്രീംലി ടാലൻറ്റഡ് കുട്ടികളാണ്. ഞങ്ങൾ വെക്കുന്ന ഫീസ്, മന്ത്ലി ട്രെയിനിങ് ഫീസ് 2000, 3000, 5000, 10,000 ഫീസിൻ്റെ കാറ്റഗറി ഉണ്ട്. ഈ 2000 കാറ്റഗറിയോ അല്ലെങ്കിൽ 5000 കാറ്റഗറിയോ മന്ത്ലി ഒരു കോഴ്സിന് കൊടുക്കാൻ പറ്റാതെ മക്കൾ തിരിച്ചു പോകുന്നു. അവർ ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് ആ ക്യാപ്റ്റൻ പറയുന്നത് കേട്ടപ്പം എനിക്ക് ഭയങ്കര സർപ്രൈസായി. കോച്ച് പറയുന്നത് കേട്ടപ്പം, സർ എനിക്ക് കാണാം നാളത്തെ മെസ്സി കേരളത്തിലത്തെ ഗ്രൗണ്ടിൽ നിന്നു പോകാൻ നിൽക്കുന്നു എന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മക്കൾ നാളെ റൊണാൾഡോ ആണോ ഏത് പ്ലെയറാണോ, ഞാൻ ഒരു പ്ലെയറിനെയും സപ്പോർട്ടറല്ല, ബിക്കോസ് ഐ ആം ടെല്ലിങ് എ കോമൺലി. പുള്ളിക്കാരൻ പറയായിരുന്നു, ഈ മക്കൾ നാളെ വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റും, ബട്ട് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ആരില്ല, ഇവരെ ഡെവലപ്പ് ചെയ്യാൻ ആരുമില്ല, ഇവരെ എടുത്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. സോ ദിസ് പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം വിൽ ബി ദാറ്റ്. സ്കൗട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വൈ കാൺട്ട് ദേ ഗോ ആൻഡ് ഗെറ്റ് ട്രെയിൻഡ് ഇൻ റിയൽ മാഡ്രിഡ്, okay, with our PA club, which is a very famous and popular club over there. They are associated with the Real Madrid Foundation over there. അപ്പോൾ എന്തുകൊണ്ട് പറ്റില്ല? This is what we are trying our best. Let us bring kids from Kerala towards the world. അതിനെ നമ്മൾ പറഞ്ഞത്, it's an open to the European club, open gateway to the European club, where tomorrow our kids will be playing. Later on, once this particular success it comes up, to make this successful, definitely media will play a bigger role in that one. The more you support, the more people will come to know. The more people will come to know, the more people will be able to sponsor one of the best players from Kerala itself. So we have a plan that we would like to take a most talented players from Kerala towards to റിയൽ മാദ്രിദ് ക്ലബ്. അവിടെ വെച്ചിട്ട് ഇതേമാതിരി 10-20 ദിവസത്തിൻ്റെ 10 days or 15 days or 20 days ട്രെയിനിങ് ഫോർ ദ വൺ ഓഫ് ദ ടോപ്പ് പ്ലേയേഴ്സ്, യൂത്ത് പ്ലേയേഴ്സ്. എല്ലാ കുട്ടികളും ഡ്രീമായിരിക്കും റിയൽ മാഡ്രിഡ് കാണാം, അല്ലെങ്കിൽ റിയൽ മാഡ്രിഡിൻ്റെ ഗ്രൗണ്ടിനൊന്ന് തൊട്ടുക എന്നുള്ളത്. ഇറ്റ്സ് എവ്രി ഫുട്ബോൾ പ്ലെയർ ഹൂ ഈസ് പ്ലേയിങ് ടുഡേ. ഞങ്ങളെ പാടത്ത് കളിക്കുന്ന, കൃഷിയിൽ ഭൂമിയിൽ കളിക്കുന്ന എല്ലാ കുട്ടികൾക്കും വരെ ഒരു ജീവിതത്തിലത്തെ ഒരു വലിയൊരു ആഗ്രഹമായിരിക്കും ഒരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് റിയൽ മാഡ്രിഡിൻ്റെ പ്ലെയറായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതോ, അല്ലെങ്കിൽ റിയൽ മാഡ്രിഡിൽ പോയിട്ട് ട്രെയിനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിയോണ്ട് ദെയർ ഇമാജിനേഷൻ, ബേസിക്കലി ബിയോണ്ട് ദെയർ ഡ്രീം. ദാറ്റ് ഡ്രീം വാട്ട് RBS Corporation and HK Consultancy would like to deliver actually. We have a huge team. നമ്മുടെ ടീം ഖത്തറിൽ നിന്ന്, നമ്മുടെ ഡയറക്ടേഴ്സ് Mr. Kamir is sitting in Qatar and watching on the screen, and Mr. Amjad is sitting and watching on the screen. We have our financial director Mrs. Hasina is sitting and watching on the team. With the entire team, we have a big team to deliver this dream basically.
ഈ ഡ്രീമിനെ നമുക്ക് റിയാലിറ്റി ചെയ്യാനായിട്ട് നമ്മൾ ദുബായിൽ നിന്ന് മിസ്റ്റർ മുനീർ പാണ്ഡ്യാല ഹീ ഈസ് ദെയർ ഓൺ ദിസ് വൺ. വി ഹാവ് മിസ്റ്റർ ബഷീർ who is the executive director of this one. So it's not a small team, it's a huge team sitting in India, sitting in Middle East. At the same time, we have in Spain and Sweden a team sitting up to develop this one. With this note, I would like to conclude here saying that we want Kerala kids not to put only cutout of the world players. We want our Kerala kids cut out to be in a Real Madrid and in the world's different places. Then tomorrow proudly we as an Keralite, we as an Indian will be able to talk proudly that this is our kids playing for a World Cup, and that was started from this press conference room. The gateway is open and we'll definitely able to make it. The more media will support us, I'm sure the more success we can achieve. Thank you very much. ഇപ്പോൾ മിസ്റ്റർ ഹബീബ് പറഞ്ഞാൽ April 30th സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്യാമ്പ് ഇൻ കൊച്ചിൻ, അത് എൻഡ് ചെയ്യുന്ന 4th പിന്നെ 2 ദിവസത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്യാമ്പിൽ സ്റ്റാർട്ട് ഇൻ May 6th ആൻഡ് എൻഡ് ചെയ്യുന്ന May 10th. അത് മലപ്പുറം കാലിക്കറ്റ് സൈഡിലാണ്. സോ 5 days ക്യാമ്പാണ്. 5 days ബേസിക്കലി ഓൾമോസ്റ്റ് ഒരു ബോർഡിംഗ് മോഡലാണ്. സോ ദാറ്റ് ഫസ്റ്റ് ഡേ ക്യാമ്പിന് മോർണിംഗിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വി ഹാവ് എ ഓപ്പണിംഗ് സെറമണി. അതിനുശേഷം അവരുടെ ഫുൾ മീൽ പാക്കേജാണ് ബേസിക്കലി. ഫുൾ മീൽ പ്ലസ് കോച്ചിങ് വി ആർ ഡിവൈഡഡ് ഇൻ ടു 2. 1 ബേസിക്കലി ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ കളിക്കുന്നതിന് മുന്നേ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതിനെ കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൗ ടു ബി ഫിറ്റ്, ആക്ച്വലി ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിസിക് ട്രെയിനിങ്സ്. സോ നമുക്കിവിടെ ഫിസിക് ട്രെയിനിങ് മൊത്തത്തിൽ ഹെഡ് ചെയ്യുന്നത് ജിമ്മി ലിഡ്ബർഗ്. ഹി ഈസ് ദ നമ്പർ 1 വേൾഡ് ചാമ്പ്യൻ ഒളിമ്പിക് റെസ്ലറാണ്, മെഡലിസ്റ്റാണ്. സോ പുള്ളി സ്ലാറ്റൻ ഇബ്രഹിമോവിക്കിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. സ്ലാറ്റൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വേൾഡിൽ 1 ഓഫ് ദി ബെസ്റ്റ് പ്ലെയറാണ്. സ്ലാറ്റിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ജിമ്മി. സോ ജിമ്മി ഈസ് കമ്മിങ് ആക്ച്വലി ഫോർ ദീസ് ബോത്ത് ക്യാമ്പ് ടു ട്രെയിൻ അവർ കിഡ്സ്. Second, former Real Madrid players Alex and Miguel. Actually, Alex and Miguel company called MGL Evolution and PA Team is partnered with Real Madrid Foundation. So we are partnered with PA Team as well as MGL Evolution. So behalf of Alex and Miguel, PA Team and MGL, they are helping us to do the coaching here. Plus ആഫ്റ്റർ ദാറ്റ് അവരുടെ ടീമിൽ നിന്നും പിന്നെ അല്ലാതെയും സ്കൗട്ടിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഈ ക്യാമ്പിൽ. ഇഫ് സംബഡി ഈസ് സെലക്റ്റഡ്, ഫ്യൂച്ചറിൽ റയൽ മാഡ്രിഡ് എക്സ്പീരിയൻസ് PA ടീമിൻ്റെ അണ്ടറിൽ, MGL എവല്യൂഷൻ്റെ അണ്ടറിൽ മാഡ്രിഡ് എക്സ്പീരിയൻസിന് ഇവിടെ കുട്ടികൾ അവിടെ പോയിട്ട് 9 days, 10 days, 15 days, ഡിഫറെൻറ്റ് പാക്കേജസ് ആർ ദെയർ. സ്റ്റുഡൻസ് ക്യാൻ ഗോ ദെയർ ആൻഡ് ട്രെയിനിങ്. So this is the basic agenda of today's meeting. We are actually trying maximum from our side. നമ്മളൊക്കെ ഓൺടർപ്രണേഴ്സ് ആണ് ആൻഡ് ഐ എം ഇൻ ടു IT ഇൻഡസ്ട്രി, ഈസി ടു കൺസൾട്ടിങ് ഇൻഡസ്ട്രി. ബട്ട് വെൻ വി പേഴ്സണലി ഫീൽ ദാറ്റ് വി വോണ്ട് ടു കോൺട്രിബ്യൂട്ട് ടു ദ സ്റ്റേറ്റ് ഓഫ് കേരള, ബേസിക്കലി സ്പോർട്സിലേക്ക് നോക്കാൻ നേരത്ത് നമ്മൾ എന്താണ് FIFA വേൾഡ് കപ്പ് നമ്മൾ ഖത്തറിലുണ്ടായിട്ടുള്ളതാണ്. സോ ആ ഒരു റോറിങ് ഫീലിംഗ്, അതിനെക്കാട്ടി വലിയ റോറിങ് ഫീലിംഗ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മിസ്റ്റർ അബി പറഞ്ഞ പോലെ തന്നെ വലിയ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ നമ്മളുടെ മക്കൾ ബേസിക്കലി അവർക്കൊരു ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം, അതിനൊരു ട്രൈയെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിന് വലിയൊരു പ്ലാറ്റ്ഫോമാണ് സ്പോർട്സ് മിനിസ്ട്രി കഴിഞ്ഞ മാസത്തിൽ നമുക്ക് ISSKയിൽ തന്നത്. സോ വി ഫീൽ ദാറ്റ് ആക്ച്വലി ദിസ് ക്യാൻ ബി എ സ്റ്റാർട്ട്. ഫ്യൂച്ചറിൽ നമ്മളൊരു അക്കാഡമി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് വി ആർ പ്ലാനിങ് ദാറ്റ് ആക്ച്വലി ഒരു ഫുൾ ഫ്ലഡ്ജ് അക്കാഡമി, പിന്നെ Under 17 ടീമുകളെ വിദേശത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ടീമിന് ഇനീഷ്യൽ ക്യാമ്പ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മാച്ചസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ബിഗ് പ്ലാൻ. എല്ലാ രീതിയിലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ദാറ്റ്സ് ഇറ്റ് ഫ്രം അവർ സൈഡ്. എനി ക്വസ്റ്റ്യൻസ് വി ആർ ഹാപ്പി ടു ആൻസർ. Before the question, I just want to add one more statement. നമ്മൾ ഈ ഗ്രൗണ്ട് ഈ കുട്ടികളെ 200 കുട്ടികളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 200 കുട്ടികൾ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ദേ വിൽ ബി ഓൺലൈൻ രജിസ്ട്രേഷൻ.
they can do the registration over there. And once they do the registration, they will come to know that whether if it is in Cochin also. നമ്മൾ കൊച്ചിയിലാണെങ്കിലും മാക്സിമം മേജർലി നമ്മൾ കാലിക്കറ്റ് മലപ്പുറം ഒരു ഗ്രൗണ്ട് നോക്കിയിട്ട് എവിടെയാണ് നമ്മൾ ഈ 200 കുട്ടികളെ ഒരേ സമയത്ത് ട്രെയിൻ ചെയ്യുക എന്ന് നോക്കിയിട്ട് കണ്ണൂർ മുതൽച്ചിട്ട് നമ്മൾ പാലക്കാട് വരെ ഇന്നലെ ഓൾമോസ്റ്റ് വി ഡൺ 10 to 15 സ്കൂൾസ്, 10 to 15 ടർഫ്സ്. പക്ഷെ ഒരു സമയത്ത് ഓക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കാണാൻ വളരെ ഡിഫിക്കൽട്ടാണ്. സോ ദറ്റ് ഈസ് വെയർ നമ്മളെ വിഷൻ വാട്ട് മിസ്റ്റർ വിനീത് 13 ഫൗണ്ടേഷൻ പറഞ്ഞത്, there should be a sports city where every kind of, all kind of a sports can be played, can be trained, can be developed. അപ്പം that is also a big question. മലപ്പുറം ഇത്രയും വലിയൊരു ഡിസ്ട്രിക്റ്റ് ആയിട്ടും പിന്നെ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ടും നമുക്ക് ഒരു 200 കിഡ്സിനെ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരു 100 കിഡ്സിനെ ഒരേ സമയത്ത് ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് ട്രെയിൻ ചെയ്യാൻ ചാലഞ്ചിങ് ആണ്. സോ ദിസ് ഈസ് ഓൾ ഓപ്പൺ പ്ലാറ്റ്ഫോം ഓഫ് ദിസ്. ഈ ഒരു തുടക്കം അതിനെല്ലാം ഒരു പരിഹാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് താങ്ക് യു.